അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ പുറംകാലം കൊണ്ട് അടിക്കുക. ഒരടി അടിച്ചു, രണ്ടടി അടിച്ചു. ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും കാലേ കിടന്ന് തൂങ്ങാൻ അത്ര നാണം കെട്ടവനാണോ ഗണേഷ് കുമാർ? അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ നെറികെട്ട പണിയല്ലേ. ഒരു ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി വളരെ ബിസി ആയിരിക്കുമ്പോൾ അയാളെ താലിഗുണം പ്രസിഡന്റ് സ്ഥാനത്ത് ആരും അറിയാതെ മാറ്റിയെന്ന് പറയുന്ന മര്യാദകേട്, അതൊരു ഗൂഢാലോചനയുണ്ട്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി ചേർന്ന് സുകുമാരൻ നായർ ഗൂഢാലോചനയുണ്ട്. ഇല്ലെന്നങ്ങനെ പറയുന്നത് അത്രയ്ക്ക് മാന്യനൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ 43 പേർക്ക് ജോലി കൊടുത്തു എന്ന് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് പറയുന്നത്. 43 അല്ല 44 അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾക്ക് കൊടുക്കുന്നല്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റൻ്റായിട്ട് +2 ജോലി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമോന്, മകളുടെ മകന്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് പൈസ എടുത്ത് മാറ്റി, എന്തിന് തിരിച്ചിട്ടു, നമ്മൾ ചിന്തിക്കണം. അതുപോലെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, അത് മന്നത്ത് ആചാര്യൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു, തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്നൊരു കോളേജ് വാങ്ങി എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ കോളേജ് എവിടെ? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഏതൊരു പൗരനും ഇന്ത്യയിലെ കോടതി കേസ് കൊടുക്കാം. പക്ഷേ സിവിൽ കേസ് കൊടുത്താൽ വർഷങ്ങളോളം പോകും. ഇപ്പം കൊടുത്ത കേസ് ധൈര്യമുണ്ടെങ്കിൽ കോടതിയെ നേരിടണം. അല്ലാതെ 89 തവണ അവധിക്ക് ഒപ്പിച്ചേച്ച് മിടുക്കൻ ചമയൊന്നും നല്ലതല്ല, നേരിടണം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യത്തിനോട് ഉത്തരം പറയാം. എൻ്റെ അച്ഛൻ പറഞ്ഞത് NSSനോടൊപ്പം നിൽക്കണം, NSSനെ തകർക്കാൻ ശ്രമിക്കരുത്. തകരാൻ സമ്മതിക്കില്ല. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനോട് നിൽക്കണം. ഞാൻ നിന്നു, ഇല്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിന്നു. എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ച് ഞാൻ 4 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. ഒരു രാത്രിയിൽ ഇരുട്ടത്ത് ജനാധിപത്യ മര്യാദകളെ മറികടന്നുകൊണ്ട് പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിടുകയാണ്. എന്ത് മാനദണ്ഡത്തിൽ? ഭൂരിപക്ഷം ഇല്ലെന്നോ? ഭൂരിപക്ഷം തെളിയിക്കുന്ന പേപ്പർ എന്തെങ്കിലും ഞാൻ കാണിച്ചല്ലോ മാധ്യമങ്ങളെ, തിരുവനന്തപുരത്ത് വെച്ച് 10 പ്രസ് ക്ലബ്ബിൽ. അത് മാത്രമല്ല, അന്ന് ഒരാളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. 3 പേര് ആ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെച്ചാൽ അവിടുത്തെ ഒരു യൂണിയൻ സെക്രട്ടറി, ഒരു ഫ്രോഡുണ്ട്, അവനെ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. ആ രാജിവെപ്പിച്ചപ്പോൾ അവരത് തിരിച്ചു തന്നു. ഞങ്ങൾ രാജി പിൻവലിക്കുകയാണ്, ഗണേഷ് കുമാറിന് പിന്തുണയാണ് എന്ന് പറഞ്ഞിട്ട് രാജി പിൻവലിക്കുകയാണ്. ആ പിൻവലിച്ച രാജി അങ്ങോട്ട് കൊണ്ടുവരട്ടെ അവരെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, സെക്രട്ടറിയുടെ കൊടുത്തയച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അത് കിട്ടിയില്ല എന്ന് കള്ളം പറയുക. സത്യം പറയണം. ഒരു അന്തസ്സുള്ള പദവി ഇരിക്കുന്ന ആൾ സത്യം പറയണം, കള്ളങ്ങൾ പറയരുത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പേപ്പറും, ആ രാജി പിൻവലിച്ച കടലാസും എൻ്റെ കയ്യിലുണ്ട്. രാജി പിൻവലിച്ച കടലാസ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ചതിയാണ്. രാത്രി സന്ധ്യ കഴിയും, 5 മണി കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് യൂണിയനുകൾ പിരിച്ചുവിടുക. എന്നാൽ താലൂക്ക് പിന്നെ എത്ര മണിക്കാണ് ഹൈറേഞ്ച് താലൂക്കിനെയും പിരിച്ചു വിട്ടെന്നറിയാം? രാത്രി 12 മണിക്കാണ്. അതേത് നീ 5 മണി കഴിഞ്ഞാൽ ഏത് ഓഫീസ്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കുന്നൊന്നും പറയണ്ട. കേസൊന്നും കൊടുക്കുന്നില്ല. നാട്ടുകാർ അറിഞ്ഞാൽ മതി, ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം ഇതാണ്. രാത്രി 5 മണിക്ക് ശേഷമൊക്കെ ഔദ്യോഗിക ഓഫീസ് തുറന്നു വെച്ച് രാത്രിയൊക്കെ പിരിച്ചുവിടുന്നത് എന്ത് പേര് വിളിക്കാമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഞാനല്ലല്ലോ പറയേണ്ടത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നൊരു കമ്മിറ്റിയെ നിർദാക്ഷിണ്യം പിരിച്ചുവിടാൻ പാതിരാത്രിക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഹുങ്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ. എൻ്റെ വാക്കുകൾ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ജനറൽ സെക്രട്ടറി മാറ്റി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മന്നച്ചായാരൻ്റെ സമാധി മണ്ഡപത്തിൽ ശിവഗിരിയിൽ പ്രവേശിക്കുന്ന പോലെ, പരിമലയിൽ പ്രവേശിക്കുന്ന പോലെ ഒരു ദേവാലയ തുല്യമായി നായർ സമുദായ അംഗങ്ങൾക്കും മന്നത്തെ ആദരിക്കുന്ന എല്ലാവർക്കും ശുദ്ധിയോടെ വൃത്തിയോടെ വന്ന് വന്ദിച്ചു പോകാൻ ഉള്ള അവസരം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. എനിക്ക് പ്രസിഡൻറ്റും ആവണ്ട, സെക്രട്ടറി ആവണ്ട. എനിക്ക് മഞ്ചള്ളൂർ കരയോഗത്തിലെ സാധാരണക്കാരനായ അംഗമായി ജീവിച്ചാൽ മതി. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ ഏതായാലും NSS വിട്ടുപോകത്തില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, മന്നത്ത് ആചാര്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കി NSSനെ നശിപ്പിക്കാൻ ഞാൻ ഒരു തരത്തിലും ശ്രമിക്കത്തില്ല. NSSന് നാശം വരുന്ന കാര്യം അനുവദിക്കില്ല. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ പറ്റാത്തത് എന്താണ് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാറ്റാൻ പറ്റുന്ന ഒരാളല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാണെന്നറിയാം? ചങ്ങനാശ്ശേരിയിൽ ഇദ്ദേഹം കരയോഗത്തിൽ അംഗമായിരിക്കുന്ന ആ കരയോഗത്തിലെ അംഗങ്ങൾ അവർ വിചാരിച്ചാൽ മന്നത്ത് ആചാര്യൻ സൃഷ്ടിച്ച ഈ NSS എന്ന മഹാപ്രസ്ഥാനത്തെ ലോകത്ത് മുഴുവനുള്ള നായന്മാർ ആഗ്രഹിക്കുന്ന ഒരു മോചനം, ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ കഴിയും. ഇദ്ദേഹത്തിനെ അവിടുത്തെ ഇലക്ട്രൽ മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ
ജനറൽ സെക്രട്ടറി സ്ഥാനം പോവും, ഡയറക്ടർ ഓഫ് മെമ്പർ സ്ഥാനം പോവും, എല്ലാം പോവും. ആ കരയോക്കാർ ദയവ് ചെയ്ത് NSSനെ അവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് NSSൻ്റെ രക്ഷ അല്ല ഞങ്ങളെല്ലാം സുകുമാരൻ നായരുടെ കൂടെയാണ് എന്ന് പറയുന്നതൊന്നും വിരോധമൊന്നുമില്ല. പിന്നെ എൻ്റെ ആര് പറഞ്ഞാലും പറയേണ്ട കാര്യം മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിനെ പലരും അതിശയിച്ചപ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്തു തന്നെയാണ്, ചെയ്തു. അത് ഞാൻ നിൽക്കുന്നിടത്ത് എൻ്റെ കൂറ് പുലർത്തും എന്നുള്ള അന്തസ്സാണ്. ഞാൻ ഇരുട്ടത്ത് വേല വയ്ക്കുന്ന ആളല്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ പുറംകാലം കൊണ്ടടിക്കുക. ഒരടി അടിച്ചു, 2 അടി അടിച്ചു. ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും കാലേ കിടന്ന് തൂങ്ങാൻ അത്ര നാണം കെട്ടവനാണോ ഗണേഷ് കുമാർ? അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ നെറിയട്ട പണിയല്ലേ. ഒരു ദിവസം രാത്രി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി വളരെ ബിസി ആയിരിക്കുമ്പോൾ അയാളെ താലിഗുണം പ്രസിഡന്റ് സ്ഥാനത്ത് ആരും അറിയാതെ മാറ്റിയെന്ന് പറയുന്ന മര്യാദകേട്, അതൊരു ഗൂഢാലോചനയുണ്ട്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുമായി ചേർന്ന് സുകുമാരൻ നായർ ഗൂഢാലോചനയുണ്ട്. ഇല്ലെന്നങ്ങനെ പറയുന്നത് അത്രയ്ക്ക് മാന്യനൊന്നുമല്ല.